വലിയൊരു പ്രഖ്യാപനം നടന്നിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CBI 6 സേതുരാമയ്യർ പുനർജനിക്കുന്നു. അതും കെ മധു എന്നെ സംവിധാനം ചെയ്യുന്നു. തിരക്കഥ എഴുതണമെന്ന് വരെ തീരുമാനമായിട്ടില്ല. നമ്മൾ CBI 5 കണ്ട് വെറുത്ത് തീട്ട പടമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ 4 ജാഗ്രത എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി, അത് അതിനേക്കാളും മോശം. നേരറിയാൻ CBI എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഇറങ്ങി, അത് അതിനേക്കാളും മോശം. സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞിറങ്ങി, അത് അതിനേക്കാളും തീട്ടപ്പടം. ഒരു CBI ഡയറി കുറിപ്പ്, അത് സൂപ്പർ പടം. അതിൻ്റെ പേരും പിടിച്ച് അതിൻ്റെ വാലും പിടിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസൂയ കുശുമ്പ് പണത്തോടുള്ള ആർത്തി മോഹൻലാലിനും ജിത്തുവിനും മാത്രമല്ല, മമ്മൂട്ടിക്കും തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ ദൃശ്യം 3 വന്നു, അപ്പോൾ അതോടുകൂടിയിട്ട് ഇനി നമുക്കും CBI കൊണ്ടിറങ്ങാം എന്നുള്ള തീരുമാനമായിട്ടാണ് മമ്മൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തിനാ മമ്മൂട്ടി ഈ വയസ്സാം കാലത്ത്, പോരാത്തിന് താങ്കളൊരു രോഗിയാണ്, എന്നിട്ട് ഈ CBI കൊണ്ടുവന്ന് വരുന്നത്? മുമ്പ് തന്നെ CBIയിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ഇല്ലേ? എത്ര കൊല്ലമായി നിങ്ങൾ ഈ CBI ഇരിക്കുന്നത്? നിങ്ങൾക്ക് പ്രൊമോഷനും ഇല്ലേ? എത്ര കേസുകൾ നിങ്ങൾ തെളിയിച്ചു? 10-15 ആൾക്കാരെ കൊന്നത് കേസ് വരെ നിങ്ങൾ തെളിയിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ഇല്ലേ? നിങ്ങൾ ഇപ്പോഴും കൈ പിന്നിലും കെട്ടി നടക്കുക തന്നെയാണോ? നിങ്ങളപ്പോൾ CBIയിൽ ഏറ്റവും വലിയ ഊമ്പനാന്ന് മനസ്സിലാക്കാമല്ലോ. നിങ്ങൾക്ക് പ്രൊമോഷൻ തരുന്നില്ല, നിങ്ങളെ പെൻഷൻ പറ്റി പറഞ്ഞയക്കുന്നില്ല. അപ്പോൾ എന്ന് CBI തുടങ്ങിയോ അതേപോലെ തന്നെ ഇപ്പോഴും ആ ചുവന്ന കുറിയും പൂണൂലും ഇട്ട് കൈയും പിന്നിലേക്ക് കെട്ടി വെള്ള ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റഡി വടിയായി കൂനായിട്ട് നടക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? എന്നെ പ്രിയ മമ്മൂട്ടി, നിങ്ങളോടുള്ള എല്ലാ ആദരവും വെച്ചിട്ട് എന്നെ പറയട്ടെ, നിങ്ങൾ CBI 6 കൊണ്ട് വരല്ലേ. ഇവിടെ ത്രില്ലർ പടങ്ങൾ കണ്ട് മലയാളികൾ വെറുത്തിരിക്കുക. ഇനി നിങ്ങളുടെ ഒരു CBI ഡയറി ആരെങ്കിലും കൊല്ലണതും അത് അന്വേഷിക്കുന്നതായിട്ട് നിങ്ങളിനി വരല്ലേ പ്ലീസ്. നിങ്ങൾക്ക് ആ നേരം കൊണ്ട് എത്ര നല്ല പടങ്ങളിൽ അഭിനയിക്കാം. നിങ്ങൾ മരിച്ചു പോയാലും ഞങ്ങൾ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, നിങ്ങളെ വെച്ച് ആരാധിക്കുന്ന, ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ആ ജനറേഷൻ പോലും ചിന്തിക്കുന്ന പടങ്ങൾ നിങ്ങൾ അഭിനയിക്കൂ. അതല്ല ഞങ്ങൾക്ക് ആവശ്യം. അല്ലാണ്ട് ഇങ്ങനെയുള്ള CBIയുടെ പേരും പറഞ്ഞ് ഈ തീട്ടപ്പടത്തിൽ അഭിനയിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടാ? മലയാളി നിങ്ങൾ വെറുത്ത് പോകുക അവസാന കാലത്ത്, അതാണ്ടാവുക. നിങ്ങളിങ്ങനെയുള്ള തീട്ടപ്പടങ്ങളിൽ പാട്രിയറ്റ് വന്നിട്ട് നിങ്ങളെ എല്ലാവരും പഞ്ഞിക്കിട്ടല്ലോ. ഇനിയിപ്പം 4 ആളുടെ മുമ്പിൽ പറയാനായിട്ട് പടങ്ങളൊന്നുമില്ല. ദൃശ്യം എങ്ങനെയാണ് പോകണ കണ്ടപ്പോൾ അസൂയും കുശുമ്പും വീണ്ടും കൂടി. എൻ്റെ മമ്മൂക്ക ദൃശ്യം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്ത്. ദൃശ്യം എന്നുള്ള പേരും മോഹൻലാലും മതി പടത്തിന് കളക്ഷൻ കിട്ടാനായിട്ട്. അതാണ് ഫസ്റ്റും സെക്കൻഡ് അവർ എടുത്ത് വെച്ചോക്കണ സാധനം. ഇതോടുകൂടി തൂറി തീട്ടം വാരി എറിഞ്ഞ പോലെ ആയില്ലേ. പടം കണ്ടവരൊക്കെ ആകെ വൃത്തികെട്ട സിനിമ എന്നല്ല എല്ലാവരും പറഞ്ഞത്, ഒരു ലോജിക്കും ഇല്ലാത്ത സിനിമ എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ദൃശ്യം ഒരു 4 കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കയറില്ല തിയേറ്ററിലേക്ക്. അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ CBIക്ക് ഉണ്ടായത്. 1-2 വിജയിച്ചു, അതിനുശേഷം നിങ്ങൾ തൂറിയിട്ടതൊക്കെ പരാജയപ്പെട്ടില്ലേ. ഇനി നിങ്ങൾ CBI 6 കൊണ്ട് വരല്ലേ പ്ലീസ്. നിങ്ങൾ ആ സമയം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. താങ്കൾക്ക് 10-74 വയസ്സായി, വൃദ്ധനായി. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന പടങ്ങൾ ജനഹൃദയങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന സിനിമകളായിരിക്കണം. അമ്മാതിരി കഥകൾ കൊണ്ടുവരട്ടെ ആൾക്കാർ. ഇങ്ങനെ ആൾക്കാരെ പെൺകുട്ടിയുടെ പേരും വെച്ച് ആൾക്കാരെ പറ്റിക്കാനുള്ള കഥയും കൊണ്ടുവന്ന് ആ പാവത്തിനെ അതിലിട്ടിട്ട് കൊല്ല ചെയ്യരുത്. ഈ പാട്രിയറ്റ് പോലെ കണ്ണി കണ്ട നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വെടിവെക്കൽ, ചാടൽ, മറയിൽ എന്തെല്ലാമൊക്കെ അംഗങ്ങളെ നിങ്ങളോട് കാണിച്ചത്. ആ കാശൊക്കെ പോയില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടി, അത് വേറെ കാര്യം. എന്നാലും ജനങ്ങളെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാർപ്പിച്ച് തുപ്പുന്ന രീതിയിലേക്കുള്ള പടങ്ങളിൽ അഭിനയിച്ച് നിങ്ങൾക്ക് ഇനി കാലം കഴിക്കല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിനിമ ഫീൽഡാണ്. നിങ്ങൾ ഇപ്പോൾ പല നടന്മാരും, സത്യൻ, നസീർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ജയൻ, ഇങ്ങനെയുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങളിപ്പം നല്ല നല്ല സിനിമകൾ ചെയ്ത നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കും. അത് ഈ CBI പോലെയുള്ള തീട്ടപ്പടങ്ങൾ വന്നുകൊണ്ട് ഒന്നും ആയില്ല. മുമ്പ് തന്നെ ക്രൈം ത്രില്ലർ വേണ്ട നമുക്ക്. പോരാത്തന്നെ നിങ്ങൾക്ക് വയസ്സായി, CBIയിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടയർഡ് ചെയ്ത് പോരേണ്ട കാര്യമായി. നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്ടം നോക്കി മുറുക്കി കിടക്കേണ്ട ആളാണ്. നിങ്ങളിനി CBIയിൽ വർക്ക് ചെയ്യുന്ന ഒരാളേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോഷൻ ഇല്ല, പെൻഷൻ ഇല്ല, ഒന്നുമില്ലാണ്ട് നിങ്ങളിങ്ങനെ തേർവാഴ്ച നടത്തണ്ട. നിങ്ങൾ പോട്ടെ. CBIക്ക് നിങ്ങൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക. ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. നിങ്ങളുടെ ആദ്യത്തെ CBI, ആ ദൃശ്യം പോലെ തന്നെ ആദ്യത്തെ CBI, അതാണ് പടം. അത് ഇപ്പോൾ വന്നാലും എന്താ ത്രില്ലിംഗ് എന്നറിയാം, എന്താ പുതുമ എന്നറിയാം. ഇപ്പം അത് നമ്മൾ TV കണ്ടാലും നമ്മൾ ഞെട്ടി പോവുക.
താങ്കളുടെ ആ അന്വേഷണ ബുദ്ധിയും നിങ്ങളുടെ ആ സ്റ്റൈലും ആ ഒരു ടീമും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും CBI നിങ്ങൾ ചെയ്തല്ലോ, ഒരെണ്ണം നിങ്ങൾ ഗതി പിടിക്കില്ല. അതേപോലെ തന്നെ 6 ചെയ്താലും ഗതി പിടിക്കില്ല. പോരാത്തതിന് മധുവിനും വയസ്സായി, നമ്മുടെ ഇത് എഴുതി കൊടുന്ന ആൾക്കും വയസ്സായി. ഇനി ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് ഇതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഹിറ്റാക്കാൻ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിർത്തുക. നിങ്ങൾ CBI നിർത്തുക. CBI 6 ജനങ്ങൾക്ക് വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ